പില്ലു പിനാസിലേക്ക് എല്ലാവർക്കും ഇന്ന് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ഡിഷ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും ചെമ്മീൻ ബോണ്ട എന്നൊരു സ്പെഷ്യലാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ചെമ്മീൻ നമുക്ക് ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ചെമ്മീൻ മുറിക്കുന്നതൊന്നും ഞാനല്ല, ഉമ്മയാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇത് കുഴച്ചിട്ട് വറ്റിച്ച് കാണ്ട് പൊരിച്ചെടുത്തതാണ്. ചെമ്മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. ഉള്ളിയുണ്ട്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതുണ്ട്. ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ വറ്റിയെടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, നല്ലോണം ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടി വാട്ടാനുള്ള പാത്രത്തിൽ വെള്ളം തിളപ്പിക്കല്, അതിലേക്ക് അതിൻ്റെ പൊടി ഇട്ട് കൊടുക്കല്. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടി കുഴച്ചെടുക്കാൻ പോലെ മതി. ഉള്ളി അങ്ങനെ വാടി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിയിലയും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം മിക്സ് ആയതിന് ശേഷം നമ്മൾ ഇനി ഇടാൻ പോകുന്നത് നമ്മൾ പൊരിച്ച് വെച്ച ചെമ്മീനാണ്. ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ പൊരിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ആവിയിൽ വേവിക്കാൻ വേണ്ടി ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അതിൻ്റെ ഒരു ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ വാഴൻ്റെ ഇല വെച്ച് കൊടുക്കുക. നമുക്ക് ഇതിലോട്ട് മസാല ഇട്ട് കൊടുക്കുക. ഞാനിതാ കൈയിന് ഉള്ളനടിയിലാണ് ഞാൻ മസാല വെച്ചിട്ടുള്ളത്. നല്ലൊരു ബോൾ രൂപത്തിൽ ആക്കിയെടുക്കുക. അങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിത് ഈ നമ്മൾ വെച്ച പാത്രത്തിലോട്ട് ഈ വാഴയിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കുക. ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റെങ്കിലും ഇതിന് വേണം. ആവിയിൽ വേവിക്കുക. വേവിച്ചതിന് ശേഷം എടുക്കാൻ പാടുള്ളൂ. നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിക്കുന്ന പോലെ തന്നെയാണ്. അങ്ങനെ നമ്മളെ ചെമ്മീൻ ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ചെമ്മീൻ ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേസ്റ്റ് നമുക്ക് നോക്കാം. അടിപൊളിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല എരിവ്, സ്പൈസിയാണ്, സൂപ്പറാണ്. നോമ്പ് പറക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതാണ്. അപ്പോഴാണ് കഴിക്കുന്നത്. ശരിക്കും ചൂടോടെ കഴിക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ്